ഇപ്പം തന്നെ നമ്മുടെ സ്റ്റോറിൽ ഇത് കണ്ടോ, ഒരു ബൈക്ക് ഇതേണ്ട ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ ഈ പൊളിച്ചിങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് ഈ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരൂ. നമുക്ക് നമ്മുടെ ഫുൾ സ്ട്രിപ്പ് ഡൗൺ സർവീസാണ് ഇത് വരുന്നത്. നമുക്ക് ഓരോ 1 ഇയറിൽ നമ്മൾ ബൈക്കിൻ്റെ റീകണ്ടീഷൻ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നതിന് നമ്മൾ 1 ഇയർ ആകുമ്പോൾ ജസ്റ്റ് ബൈക്ക് ഫുൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ബൈക്ക് യൂസ് ചെയ്യണം. സെയിം പെർഫോമൻസ് തന്നെ നമുക്ക് ആഫ്റ്റർ നമ്മളൊരു 1 ഇയർ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ സെയിം പെർഫോമൻസ് ബൈക്കിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഫുൾ സ്ട്രിപ്പ് ഡൗൺ ആയിട്ട് ചെയ്തിരിക്കണം. ഇതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഇച്ചൺ പാർട്സ് എല്ലാം നമ്മൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ചെയിൻ റിങ് ഇരിപ്പുണ്ട്, ചെയിൻ ഇരിപ്പുണ്ട്, ഷിഫ്റ്റേഴ്സ് ഇരിപ്പുണ്ട്, അതേപോലെ നമുക്ക് കാസറ്റ് പാർട്സ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ നമുക്ക് വീൽ ബാരിങ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീൽ ബാരിങ്സിൻ്റെ സ്പെയർസാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ മാത്രം കാണുന്നത്. പിന്നെ നമുക്ക് 105ൻ്റെ ഗ്രൂപ്പ് സെറ്റ് എല്ലാം നമ്മൾ ടോട്ടലി ഫുൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ റീകണ്ടീഷൻ ചെയ്ത് സർവീസ് ചെയ്യും. അപ്പം നമുക്ക് പുതിയൊരു ബൈക്കിൻ്റെ സെയിം പെർഫോമൻസിലോട്ട് തന്നെ നമുക്കിതിനെ റീകണ്ടീഷൻ ചെയ്ത് വരുമ്പോൾ കിട്ടും.